ഹലോ ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫോറിൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ക്രിപ്റ്റുകൾ എങ്ങനെ നമ്മളുടെ MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അയക്കാം, കൂടാതെ തന്നെ എങ്ങനെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഹാർഡ് കോപ്പീസ് നമുക്ക് നമ്മളുടെ കയ്യിൽ കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് മൂവ് ടു അവർ വീഡിയോ. ഇത് നമുക്ക് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് പോകാം. MG യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. വെൽക്കം ടു MG യൂണിവേഴ്സിറ്റി കോട്ടയം ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ 7 ടാബ്സ് കാണും. നമ്മൾക്ക് വേണ്ടത് ട്രാൻസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക. ശേഷം 3 ടാബ്സ് കാണും. അതിൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലൈ നൗ. ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ വരും. ഇതിൽ ചൂസ് യുവർ സർവീസ്, ട്രാൻസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോർ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ഗ്രേഡ് പോയിന്റ്സ് ഓർ മാർക്സ് സെലക്ട് ചെയ്യുക. കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് വരും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് ആവശ്യം വരിക, ആൻഡ് ഇതിന്റെ പ്രോസസ്സിംഗ് ഫീ ചാർജ്, ഇതെല്ലാം വായിച്ചതിന് ശേഷം താഴേക്ക് വരിക. ഏജൻസി ടു വിച്ച് ദ OT is to be sent. നമ്മളുടെ ട്രാൻസ്ക്രിപ്റ്റ് ഏതെങ്കിലും ഇവാലുവേഷൻ സർവീസുകൾക്കാണ്. വെസ്, കാനഡ, US പോലെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വെസ്. സോ അങ്ങനെ എന്തെങ്കിലും ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വെസ് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം വെസ്റ്റിന്റെ റെഫറൻസ് ID ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റെഫറൻസ് ID കൊടുക്കുക. ഇപ്പൊ നമ്മൾ ട്രാൻസ്ക്രിപ്റ്റിന് നമ്മളുടെ ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് അയക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതർ കൊടുക്കുക. ദെൻ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യുക. ശേഷം നമ്മളുടെ അക്കാഡമിക് ഡീറ്റെയിൽസിലേക്ക് വരിക. ഡിഗ്രി ടൈപ്പ് സെലക്ട് ചെയ്യുക. അഡ്മിഷൻ ഇയർ സെലക്ട് ചെയ്യുക. സ്റ്റഡി ടൈപ്പ്, ദെൻ നിങ്ങളുടെ കോളേജസ് ഏതാണോ ആ കോളേജസ് സെലക്ട് ചെയ്യുക. ശേഷം പ്രോഗ്രാം ടൈപ്പ്, ഏതാണോ പ്രോഗ്രാം ടൈപ്പ് ആ പ്രോഗ്രാം ടൈപ്പ് സെലക്ട് ചെയ്യുക. ദെൻ യുവർ രജിസ്റ്റർ നമ്പർ, പ്രോഗ്രാം ടൈപ്പ് സെലക്ട് ചെയ്താൽ മാത്രമേ സ്ട്രീം ഓപ്പൺ ആവുള്ളൂ. സോ സ്ട്രീം ഏതാണോ ആ സ്ട്രീം സെലക്ട് ചെയ്യുക. ദെൻ റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ് അതെന്നാണോ അത് കൊടുക്കുക. ശേഷം നാഷണാലിറ്റി, ദെൻ അപ്പാർ ID. ഈ ഒരു കോളം നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാം, അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണോ ആ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ദെൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. നെയിം, യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, കൺഫേം ഇമെയിൽ ID, ദെൻ യുവർ ജെൻഡർ, ദെൻ യുവർ പിൻ കോഡ് ആൻഡ് ആധാർ നമ്പർ. നമ്മളുടെ പെർമനന്റ് അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡു യു നീഡ് എ ഫിസിക്കൽ കോപ്പി ഓഫ് ദ അറ്റസ്റ്റഡ് ഡോക്യുമെന്റ്. നമുക്ക് നമ്മളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ട് നമുക്കാണ് ഈ ട്രാൻസ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുത്തിട്ട് നമ്മളുടെ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം, നമ്മളുടെ കയ്യിൽ ഹാർഡ് കോപ്പി കിട്ടാൻ. അതല്ല ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ് നമ്മൾ ടൈപ്പ് ചെയ്യണം. സോ ഞാനിവിടെ ജസ്റ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റി അഡ്രസ് എന്നാണ് കൊടുക്കുന്നത്. സോ അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ MG യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റൽ മെയിൽ വഴി ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് നമ്മളുടെ ട്രാൻസ്ക്രിപ്റ്റ് കെയർഫുള്ളി കൈമാറും. ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ കൊടുക്കുക. എയർമെയിൽ ഓർ എക്സ്പ്രസ് പോസ്റ്റ്. എക്സ്പ്രസ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കും, പക്ഷെ ചാർജസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഒന്നി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഹാർഡ് കോപ്പി ഇതിന്റെ കൂടെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ താഴെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കാം. ഹാർഡ് കോപ്പി കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. നമ്പർ ഓഫ് കോപ്പീസ് 1 ഇൻസൈഡ് ഇന്ത്യ. ഇത് യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് പോവും. ഇത് നമ്മളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടും. ദെൻ ഡു യു വോണ്ട് ടു സെൻഡ് ദ സർട്ടിഫിക്കറ്റ് ത്രൂ മെയിൽ. ഇനി അഥവാ നമ്മളുടെ ഫോറിൻ യൂണിവേഴ്സിറ്റി അവരുടെ മെയിൽ IDയിൽ ഇലക്ട്രോണിക്കലി ആണ് ട്രാൻസ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടതെങ്കിൽ പോസ്റ്റൽ മെയില് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇലക്ട്രോണിക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി യെസ് എന്ന് കൊടുക്കുക. ദെൻ നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഇമെയിൽ ID എന്താണോ അത് നമുക്ക് ഇവിടെ കൊടുക്കാം.
ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ മെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കൊടുക്കാം. കൺഫേം ഇമെയിൽ ഐ ഡി. അതിനുശേഷം കുറച്ച് ഡോക്യുമെന്റ്സ് നമുക്ക് എന്തൊക്കെയാണ് ഇതിന് ആവശ്യം. 10th സർട്ടിഫിക്കറ്റ്, ദെൻ നമ്മളുടെ ഗ്രേഡ് കാർഡിന്റെ ഓരോ പേജസ്, പേജ് 1, 2, 3, ദെൻ നമ്മളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പ്രൊവിഷണൽ കൊടുക്കാം. നമ്മൾ ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റിനാണ് നമ്മൾ ഇവാലുവേഷന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആഡ് മോർ ബട്ടൺ കൊടുത്തതിന് ശേഷം വെസ്റ്റ് ഡോക്യുമെന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് വെസ്റ്റിന്റെ ഫോംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. ശേഷം നമ്മുടെ ഡിസ്ക്ലെയിമറിലെ ഈ ബോക്സസ് എല്ലാം ക്ലിക്ക് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ള ക്യാപ്ച ഇവിടെ ഫിൽ ചെയ്യുക. ശേഷം നമ്മൾ അപ്ലൈ നൗ ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഫോം രജിസ്റ്റർ ആയതിനു ശേഷം ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രോസസ്സിംഗ് ഫീസ് കാണും. അതിലേക്കായിരിക്കും നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്.